അയ്യന്റെ സന്നിധിയിലേക്ക് കാനനപാതയിലൂടെയാണ് പോകുന്നതെന്നും ഒപ്പം ബൈക്കിലാണ് എരുമേലി വരെ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടോ ബൈക്കിൽ പോകുന്നതിന്റെ ക്ഷീണവും ഒപ്പം തന്നെ കാനനപാത വഴി സന്നിധിയിൽ എത്തുന്നതിന്റെ ക്ഷീണവും നന്നായിട്ട് നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ പറഞ്ഞതെങ്കിൽ പോലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനെയും ഒപ്പം തന്നെ നമ്മുടെ മനസ്സിനെയും നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന കാലഘട്ടം വരെ നമുക്ക് സ്വയമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ശ്രീ മഹാദേവ ദേവി ക്ഷേത്രം ഇരുമ്പൂന്നിക്കര ക്ഷേത്രത്തിൽ കയറിയിട്ടൊന്ന് തൊഴുതു കിട്ടോ. മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഓരോ പുതിയ പുതിയ കൂട്ടുകെട്ടുകളും പുതിയ അറിവുകളും അത് വലുത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പെരിയപാത എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ സൂചന ബോർഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റാനൊന്നുമില്ല. ഓരോ ക്ഷേത്രത്തിലും കയറി അവിടെയൊക്കെ തൊഴുതു, ഒപ്പം തന്നെ അവിടെ അന്നദാനം കാര്യങ്ങളും പൂർണ്ണമായിട്ട് എല്ലായിടത്തും നമുക്ക് പങ്കെടുക്കേണ്ടല്ല, നമുക്ക് വിശക്കുണ്ടെങ്കിൽ മാത്രം അതിലൊക്കെ പങ്കെടുക്കുക. രാവിലെ ആയതുകൊണ്ട് തന്നെ അതിരാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം മാക്സിമം ഞങ്ങൾക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ മുൻപിൽ എവിടെയാണോ നമുക്ക് അന്നദാനം കാര്യങ്ങളിൽ അവിടെ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കുക എന്നൊരു പ്ലാൻ ആദ്യമേ ഇട്ടിരുന്നു കേട്ടോ. ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രം ഇവിടെ കയറിയിട്ട് ക്ഷേത്രത്തിൽ തൊഴുതു, ഒപ്പം തന്നെ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്, അതിൽ ഞങ്ങളും പങ്കാളികളായിട്ടോ. നല്ല കഞ്ഞിയും ഒപ്പം തന്നെ വൻപയറും ഒപ്പം തന്നെ നമ്മുടെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വലിയ ലെവലിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന് മാത്രം ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എപ്പോഴെങ്കിലും വീഴുമ്പോഴാണ് ജീവിതത്തിൽ അവർക്ക് പിന്നീട് കര കയറാൻ പറ്റാതിരിക്കുക. എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ആസ്വദിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനി സന്നിധിയിലേക്ക് തന്നെ